നവോത്ഥാന നായകന്മാരിൽ നെക്സ്റ്റ് വൈകുണ്ഠ സ്വാമിയെ പറ്റിയാണ് നമ്മളിനി കുറച്ച് കാര്യങ്ങൾ നോക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC എക്സാമിനൊക്കെ ചോദിക്കാവുന്ന കുറച്ച് ഫാക്റ്റ് ആണ് നോക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത് 1809 മാർച്ച് 12-നാണ് വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. 1809 മാർച്ച് 12-ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1851 ജൂൺ 3-നാണ് അദ്ദേഹത്തിന്റെ മരണം. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് നാഗർകോവിലിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികള് ജനിച്ചിരിക്കുന്നത്. നാഗർകോവിലിലെ സ്വാമിത്തോപ്പില്. ഓക്കെ. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് പൊന്നു നാടാർ എന്നാണ് വൈകുണ്ഠസ്വാമിയുടെ പിതാവിന്റെ പേര്, പൊന്നു നാടാർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരാണ് വെയിലാളമ്മ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് തിരുമാളമ്മാള്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കള് ഇദ്ദേഹത്തിന് നൽകിയ, അതായത് വൈകുണ്ഠസ്വാമികൾക്ക് നൽകിയ പേരായിരുന്നു മുടിചൂടും പെരുമാൾ എന്നായിരുന്നു വൈകുണ്ഠസ്വാമികൾക്ക് മാതാപിതാക്കൾ നൽകിയിരുന്ന പേര്. അപ്പൊ ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പ് മൂലം ആ പേര് മാറ്റി അതിനുശേഷം മുത്തുക്കുട്ടി എന്ന പേരാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. അതുപോലെ തന്നെ വിഷ്ണുവിന്റെ അവതാരം എന്നാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികള്. വിഷ്ണുവിന്റെ അവതാരം എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. അപ്പൊ അതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം രൂപീകരിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള, ഇതിനൊക്കെ പ്രചോദനം നൽകിയ വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനെ ആരാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികള്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. അതുപോലെ തന്നെ വൈകുണ്ഠ ക്ഷേത്രത്തിന് മുൻപിലുള്ള മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ നിർമ്മിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതായത് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണറൊക്കെ നിർമ്മിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹമാണ്. 1851-ലാണ്. ആ വർഷം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഇദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കാം. നിഴൽത്താങ്കൾ എന്ന പേരിലാണ് ഇദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, അത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അഖിലത്തിരുട്ട്, അതുപോലെ തന്നെ അരുൾനൂല്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട രചനകള്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട വൈകുണ്ഠസ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അതുപോലെ തന്നെ അരുൾനൂല്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആരാണെന്ന് നമ്മളോട് ചോദിക്കാം. അതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ഏകദൈവം എന്ന വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച മതമാണ് അയ്യാവഴി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തില് ഊന്നി അദ്ദേഹം നിർമ്മിച്ച അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച മതമാണ് അയ്യാവഴി. അതിന്റെ ചിഹ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനാണ്, വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ. അതുപോലെ തന്നെ സ്വാതി തിരുനാളിന്റെ കാലത്ത് 110 ദിവസത്തേക്ക് അദ്ദേഹത്തെ ഒരു ജയിലില് പാർക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന് പറയുന്ന പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിങ്കാരത്തോപ്പ എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സമ്പൂർണ്ണ ദേവൻ എന്നുകൂടി ഒരു പദവി ഇദ്ദേഹത്തിനുണ്ട്. വൈകുണ്ഠസ്വാമികളെ സമ്പൂർണ്ണ ദേവൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും ഈ രചനകളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അഖിലത്തിരുട്ട്, അതുപോലെ തന്നെ അരുൾനൂല്. ഓക്കെ, ക്ലിയർ അല്ലേ?